അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും അപ്പോൾ നമ്മൾ രാവിലെ നമ്മളെ കൃഷി സ്ഥലത്തോട്ട് പോവുകയാണ്. കുറച്ച് ദിവസമായി ചേട്ടാ പോയിട്ട്. അപ്പോൾ എന്താണ് കണ്ടീഷൻ എന്ന് അറിഞ്ഞൂടാ, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ കൃഷി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നം പറ്റി ചേട്ടാ. ഇത് കണ്ട, നമ്മൾ കെട്ടിയിരുന്ന ഫെൻസിങ് കൊടുത്ത സാരിയില്ലേ, സാരിയാണ് കെട്ടിയിരുന്നത്, അത് പൊട്ടിപ്പോയി ചേട്ടാ. അതിൻ്റെ കുറ്റി എന്തോ ഒടിഞ്ഞു പോയെന്ന് തോന്നുന്നു. നമുക്കത് റീബിൽഡ് ചെയ്യണം. റീബിൽഡ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കണം. കീറിപ്പോയി ചേട്ടാ, മൊത്തത്തിൽ കീറിപ്പോയി. വാഴിക്കൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ലെന്ന് പറഞ്ഞുള്ളൂ. അതിനിടയ്ക്ക് അമ്മോ പ്രശ്നമായി കേട്ടോ. ഓട്ട ഇട്ട് വെച്ചിരുന്നു, ഓട്ട. ചിലപ്പോൾ ഞാൻ ഇന്ന് ഇതിൽ നിന്ന് തന്നെ ഒരു രണ്ട് വാഴ നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോകണം. അവിടെ 2 വാഴ കുറവുണ്ട്. നമ്മൾ ഇടയ്ക്ക് കൊണ്ട് നട്ടാൽ മരിച്ചിനെയാണ് കേട്ടോ, അഥവാ കപ്പ. കമ്പ് കിടന്ന അതിനെ കെട്ടിക്കൊണ്ട് നട്ട് വല്ലതും കിട്ടണമെങ്കിൽ കിട്ടുന്നുണ്ട്. കിട്ടുക ഇതുപോലെ നമ്മളിവിടുത്തെ പട്ടികൾ ഞാൻ വന്നുകൊണ്ട് സന്തോഷം കാണിക്കാം. ഇവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു കേട്ടോ, അത് വെട്ടി കളയേണ്ടി വന്നു. സൂക്കേടാണെന്ന് തോന്നണം, അതുകൊണ്ട് വെട്ടിക്കളഞ്ഞു. പുഴു ആക്രമിക്കും. വാഴ വളർന്നു വരാതിരിക്കാൻ രീതിയിൽ പുഴു ആക്രമിച്ച് അതിൻ്റെ തട മൊത്തം തുരക്കും. പുഴുവല്ല, ഒരു സൈസ് വണ്ട്, തണ്ട് തുരപ്പെന്നാണ് അതിനെ പറയണം. നമ്മളെ വാഴയ്ക്ക് കണ്ണ് പിടിച്ചു വരികയാണ്. ഈ വാഴയ്ക്കൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷെ വെയിലില്ലാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു വളർച്ചയേ ഉള്ളൂ. ആ ഒരു വിഷയമുണ്ട്. ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു, റോബസ്റ്റ്, അതായത് ഇതുപോലത്തെ. അപ്പോൾ അതിനെ എടുത്ത് കളയേണ്ടി വന്നു. അത് സൂക്കേട് സംഭവം. ഇതിപ്പോൾ ഈ ഓസ് വേസ്റ്റായി. അന്ന് ആ വെള്ളമില്ലാത്ത സമയത്ത് അത്യാവശ്യമായിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ അതിപ്പോൾ വാങ്ങിക്കേണ്ടിയിരുന്നെന്ന് ഇപ്പോൾ തോന്നുന്നു. കാരണം ഞാൻ വേറെ ഒന്നുമില്ല, അങ്ങനെ ചുമ്മാ അവിടെ വച്ചിക്ക്. ഇത് റോബസ്റ്റാണ് കേട്ടോ. ഇതിനെയൊക്കെ കന്നുകൾ നമുക്ക് വെട്ടി കളയണം. കളഞ്ഞില്ലെങ്കിൽ വെട്ടിക്കളയണ്ട, ഇങ്ങനെ ചവിട്ടി പിടിച്ച് കളഞ്ഞാലും മതി. വെട്ടിക്കളയാനും നിർത്തുന്നൊന്നുമില്ല. ഒരു ഊന്ന് കൊടുത്ത്, കാരണം ബലത്തിന് വേണ്ടി ഒരു ഊന്നങ്ങ് കൊടുത്ത്, ഇൻ കേസ് അത്യാവശ്യം നല്ല കാറ്റൊക്കെ വന്നെന്നുണ്ടെങ്കിൽ ഈ സാധനം എല്ലാം കൂടെ ഇങ്ങ് പോരും. അതുപോലെ പോകുന്നതാണ് താണ്ടി ഇത്. ഈ ഒരു വാഴ ഒരു ദിവസം ഞാൻ വന്നപ്പം മൊത്തത്തിലങ്ങ് ചരിഞ്ഞു പോയി. മൂട്ടിൽ നിന്ന് മണ്ണില്ലാതായി. ഇവ രക്ഷപ്പെടുമില്ലെന്ന് അറിഞ്ഞൂടാ. 4 സൈഡിൽ ഊന്ന് കൊടുത്തേട്ടാ. 4 സൈഡിൽ ഊന്ന് കൊടുത്താലേ നിൽക്കുകയുള്ളൂ, അല്ലെ നിൽക്കില്ല. വലിയ ഊന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു 2 വാഴ കൊണ്ടുപോകണം. 2 എണ്ണം കൊണ്ടുപോകണം, വീട്ടിൽ വയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകണം. വെയിലില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കങ്ങി ഒരുമാതിരി മങ്ങി പോലെ നിൽക്കുന്നത്. വെയിലുണ്ടായിരുന്നെങ്കിൽ നൈസായിട്ട് കയറി വന്നു. ഈ അക്കേഷ്യ മരത്തിൻ്റെ പൂവിൻ്റെ മണമൊന്നും ആണ് കേട്ടോ, ഭയങ്കര സ്മെല്ല്, ഭയങ്കര മണം. അതുകൊണ്ട് ഇത് മൊത്തം പൂത്ത് കിടക്കുന്നുണ്ട്. സൂം ചെയ്ത് കാണിച്ചു തരാം. വേണ്ട, ഇത് അക്കേഷ്യ മരമാണ്. ഒരു 3-4 എണ്ണം ഉണ്ട്. നമ്മളെയല്ല, അപ്പുറത്ത് വിളയില്ല. ഇതാണ് കാന്താരി മുളകെന്ന് പറയുന്ന സാധനം. ഇത് ഭയങ്കര എരിയാണ്, ഔഷധ ഗുണമുണ്ട്, കൊളസ്ട്രോളൊക്കെ കുറയ്ക്കുമെന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. ഭയങ്കര വിലയാണ് കേട്ടോ. കിലോയ്ക്ക് 1500 ഉണ്ടാകുന്ന സമയങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഈ സാധനമാണ്, ഇതുണ്ടല്ലോ, ഇങ്ങനെ പടന്ന് കയറി മേളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചെറുകിഴങ്ങെന്ന് പറയുന്ന സാധനം. ചെറുകിഴങ്ങെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കാച്ചിൽ ചേന
ഏക്കില്ലേ അതേപോലത്തെ വേറൊരു സാധനമാണ് ഇവിടെയാണ് നമ്മളെ തണ്ട് തുരപ്പെന്ന് പറയുന്ന വണ്ട് കയറിയിരിക്കുന്നത്. ഇത് എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പണി. ഞാൻ ചിലപ്പോൾ വലിച്ചു കളയും, അല്ലെന്നുണ്ടെങ്കിൽ അറുത്ത് കളയും. ഗൈസ്, അപ്പോൾ ഈ ഐറ്റം എന്ന് പറയണത് ഉണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് പാളയൻകുടൻ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ഭയങ്കര മധുരമാണ് കേട്ടോ, പഞ്ചാര കുറുക്കി വെച്ച പോലത്തെ മധുരമാണ്, സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് സാധാ വെള്ളപ്പാളയൻകുടൻ കേട്ടോ, വെള്ളപ്പാളയൻകുടൻ അല്ല, വെറും പാളയൻകുടൻ. ഗൈസ്, അപ്പോൾ ഫൈനലി വീട്ടിൽ എത്തി. വാഴ കന്നിനെ ഇളക്കി കൊണ്ടുവന്നു കേട്ടോ. ഇനിയിപ്പോൾ നടണം. ഇപ്പം നട്ടാൽ പാടി പോകും, വൈകുന്നേരം വെയിലെല്ലാം പോയിട്ട് നടാം. അപ്പോൾ കാണിച്ചു തരാം. ഇതൊക്കെ മുമ്പേ നട്ടതാണ് കേട്ടോ, ഒടിച്ച് വരണം. അവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ അവിടെ ഒരെണ്ണമുണ്ട്. ഇതാണ് നമ്മുടെ സർബത്ത് ഉണ്ടല്ലോ, നിറച്ച് കാച്ചി, പക്ഷെ കുറേ വെള്ളം വീണ് അഴുകിപ്പോയി. ആണോ, നമ്മൾ തേനീച്ചയ്ക്ക് വെച്ച് കൊടുത്ത് തേനീച്ച കൂടും കേട്ടോ. ഒരു 3 മാസം കഴിഞ്ഞിട്ട് അതിനെ ഇളക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക് കവർ ചെയ്ത് മാറ്റി വയ്ക്കണം. ഇവിടെയുണ്ട്. മൊത്തത്തിൽ ഒരു പ്രകൃതി രമണീയമായ അന്തരീക്ഷം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഭയങ്കര ചൂട് കേട്ടോ, വെയിലധികമില്ല, പക്ഷെ ഭയങ്കര ഉഷ്ണം. ഗൈസ്, അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം. അപ്പോൾ കറി എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ കുറച്ച് മീനിൻ്റെ ചാറുണ്ട്, പിന്നെ ഇത് നമ്മളെ പിന്നെ മലക്കറി വാങ്ങിക്കുമ്പോൾ കിട്ടുന്നില്ലേ, പടവലങ്ങ പോലത്തെ വേറൊരു സാധനം, കുമ്പളങ്ങയാണ് തോന്നുന്നു, അതിൻ്റെ മെഴുക്കുവരട്ടാണ് കേട്ടോ. കഴിക്കാം. അതിന് കുറച്ച് മീൻ ചാറ് ഇങ്ങനെ എടുക്കണം, വയ്ക്കണം. കുറച്ച് വേറെ വീട്ടിൽ അടിപൊളി. പക്ഷെ മീനിന് ശകലം ഉപ്പ് കൂടിപ്പോയിട്ടാ, അത് എനിക്ക് തോന്നുന്നതാണ് സംഭവം. മീൻ വറ്റിച്ചില്ല എടുക്കണം, അതുകൊണ്ടായിരിക്കും. അപ്പോൾ കഴിച്ചിട്ടാണ്